ഹലോ ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ് എവറി വൺ. സോ ഇന്നത്തെ മാർക്കറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങളുടെ ട്രേഡിംഗ് മാർക്കറ്റ് വളരെ വീക്കായിട്ടാണ് കണ്ടത്. കാരണം നിഫ്റ്റി രാവിലെ വലിയൊരു ലിഫ്റ്റ് ചെയ്തു. പക്ഷേ ആക്ച്വലി പറയുന്നത് വെച്ചാൽ മാർക്കറ്റിൽ വലിയൊരു മൂവ് ഒന്നും ഞാൻ കണ്ടില്ല. ലാസ്റ്റ് മിനിറ്റിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് റിയലി പ്രൊഫഷണൽ ലാൻഡ് ആയിരുന്നു. കാരണം അത് ലാസ്റ്റ് മിനിറ്റിൽ HDFC ബാങ്ക് ഒരു 3 മണിക്ക് ശേഷം നല്ലോണം ലിഫ്റ്റ് ചെയ്തിരുന്നു. അത് ഇന്നത്തെ എന്താ പറയുക, ഈ എക്സ്പയറി അല്ലേ, ഈ വീക്ക്ലി എക്സ്പയറി ആയതുകൊണ്ടായിരിക്കണം. അപ്പോൾ യു നോ ദാറ്റ് മാർക്കറ്റ് ഈസ് ഓപ്പൺ ബൈ അമേച്ചേഴ്സ് ആൻഡ് ക്ലോസ് ബൈ പ്രൊഫഷണൽസ് ആണ്. അത് ലാസ്റ്റ് മിനിറ്റിൽ അങ്ങനെയാണ് കണ്ടത്. അപ്പോൾ ഇന്ന് എനിക്ക് മാർക്കറ്റ് തുടങ്ങുന്നതിന് മുന്നിൽ എനിക്കിന്ന് ചില കാര്യങ്ങൾ പറയാനുള്ളത് എന്ന് വെച്ചാൽ, നമ്മളെ ഈ ഒരു മിഡിൽ ഈസ്റ്റിൽ ഇപ്പം ഇവരെ പലസ്റ്റൈൻ ലിബറേഷൻ, ഇവരെ ഒരു ഇസ്മായിൽ ഹനിയന സിയോണിസ്റ്റ് റെജിമെന്റ് വളരെ പ്രിസിഷനായിട്ട് കൊന്നുന്ന ന്യൂസ് കാണുന്നുണ്ട്. പക്ഷെ അതെങ്ങനെയാണ്, ആരാത് ചെയ്തത്, അതിൻ്റെ പേരിൽ ഇതൊന്നും ആർക്കും അറിയില്ല ഇതുവരെ. എനിക്ക് തോന്നിയത് എങ്ങനെ ഒരു ഇത്ര വലിയ ശത്രുവിൻ്റെ രാജ്യത്ത് പോയിട്ട് ഈ ജൂതന്മാർ അവരെ അത്ര പ്രിസിഷനായിട്ട് അയാളെ വീട്ടിൽ ഷൂട്ട് ചെയ്തിട്ട് അയാളെ കൊന്നെന്നുള്ള കാര്യം, അത് രണ്ടുപേരും സീക്രട്ടായി കീപ്പ് ചെയ്യുന്നു. അപ്പോൾ അതിനുശേഷം അവർ ലബനാനിൽ വേറൊരു ഹെസ്ബുള്ളാന്റെ ലീഡർ അസാസിനേറ്റ് ചെയ്ത് വിട്ടു. അപ്പൊ ഇതിലിപ്പോ ഇത് സാധാരണ നടക്കുന്നുണ്ട് അവിടെ. പക്ഷെ ഇതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ മാസ്റ്റർ മൈൻഡ് ആയിരുന്നു എന്നാണ് ഇസ്രായേലി ഇന്റലിജൻസ് ഏജൻസി പറഞ്ഞത്. ഈ ഇസ്മായിൽ ഹനിയയും ഈ ഹെസ്ബുള്ള കമാൻഡറും ഒക്കെ ഇതിന്റെ കഴിഞ്ഞ കുറച്ച് മാസം മുമ്പുള്ള ഇവരെ മസക്കാറിലുള്ള ഒരു മാസ്റ്റർ മൈൻഡ്സ് ആയിരുന്നു. അവരെ ബന്ദികളെ വിട്ടുകൊടുത്തിട്ടില്ല. അപ്പൊ അതിനൊക്കെയുള്ളൊരു ഓൾ ഔട്ട് വാർ ആയിട്ടാണ് ഇവർ വന്നിട്ടുള്ളത്. ഇനിയിപ്പോ വാർ ഇവർ പറയുന്ന അടുത്ത ലബനോണിലാണ് അടുത്ത വാർ ഉണ്ടാവുന്നതാണ് ഇപ്പൊ പ്രതീക്ഷിക്കുന്നത്. ഇന്നെ ഇപ്പൊ ഞാൻ കണ്ടു, ഇന്ത്യൻ എംബസിയിൽ അവിടെയുള്ള ഇന്ത്യക്കാരോടൊക്കെ അവിടുന്ന് തിരിച്ചു വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നാളെ ഇവര് മീറ്റിംഗ് ആയിട്ട് ഇത് ഓൾ ഔട്ട് വാറായി മാറുമോ? ഇനി ഓൾ ഔട്ട് വാറായി മാറിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ, ഇന്ത്യനെ എങ്ങനെ ബാധിക്കും? അതാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ പ്രധാന കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ഈ ക്രൂഡ് ഓയിൽ പാസ് ചെയ്യുന്നത് മെയിൻലി ഇറാന്റെ ഈ സൂയസ് കനാൽ, ഇറാന്റെ സീല് കൂട്ടിയാണ്. അത് ഇറാൻ ഹൂത്തികളും ഉപയോഗിച്ചിട്ട് ഇവരെന്തെങ്കിലും ബ്ലോക്കേഡ് ഉണ്ടാക്കൂ, അത് പെട്രോളിന്റെ വില കൂട്ടുമോ, ഇതൊന്നും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവരെങ്ങനെയാണ് ഈ റിട്ടാലിയേറ്റ്, എന്തായാലും റിട്ടാലിയേഷൻ ഉണ്ടാകുന്നുള്ള കാര്യത്തില് 100% എനിക്ക് തോന്നുന്ന റിട്ടാലിയേഷൻ ഉണ്ടാവും. കാരണം അത് ഒരു എന്താ പറയുക, ഒരു അഭിമാനത്തിന്റെ കൂടി പ്രശ്നമാണത്. അപ്പോൾ ഇറാനിയൻസിനെ എനിക്ക് അറിയുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം എനിക്ക് ഇറാനികൾ അറിയുന്നതുകൊണ്ടും ഞാൻ പറഞ്ഞു അതൊരു അവരൊരു പ്രശ്നമാണ്. അപ്പൊ അതൊന്നുമല്ല ഞാൻ പറയുന്ന ഒരു കാര്യം, നമ്മളെ ഈ ഓയിൽ പ്രൈസ് എങ്ങോട്ട് പോവും, മാർക്കറ്റ് എങ്ങോട്ട് പോവും, ഇതാണ് വലിയൊരു ഇഷ്യൂ എന്ന് ഞാൻ കണ്ടത്. സോ ദാറ്റ് ഈസ് വൺ ഇഷ്യൂ ഐ വാണ്ട് ടു ഡിസ്കസ്. പിന്നെ രണ്ടാമത് കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഈ മാർക്കറ്റിൽ ഈ സെപ്റ്റംബറിൽ റേറ്റ് കട്ട് വരാൻ പോകുന്നു പറഞ്ഞു. അപ്പോൾ അത് മാർക്കറ്റിൽ കൂടുതൽ ഫണ്ട് ഇന്ത്യയിലേക്ക് വരും എന്ന് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് മാർക്കറ്റ് ഇനിയും അത് ബൂം ചെയ്യാനുള്ള, കുറച്ചും കൂടി മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണെന്ന് എൻ്റെ ഒരു അനാലിസിസ് കാണുന്നത്. ഇപ്പോൾ സെപ്റ്റംബറിലാണ് ഇവർ റേറ്റ് കട്ട്, സെപ്റ്റംബർ എന്താ റേറ്റ് കട്ട് ഉണ്ടാകുന്ന എല്ലാവരും പറയുന്നത്. സോ ലെറ്റ് us വെയിറ്റ് ആൻഡ് വാച്ച്. പിന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ന്യൂസ് വായിച്ച്, പിന്നെ നമ്മളെ ട്രംപ് പിന്നെയും ഒരു ന്യൂസ് സ്പീക്കറായി വന്നിട്ടുണ്ട്. നമ്മളെ ഇപ്പോൾ കമലാ ഹാരിസിനും പറഞ്ഞിട്ട് ആ പെണ്ണുങ്ങളെങ്ങനെ കുറേ കളിയാക്കുന്നുണ്ട് അയാള്. പിന്നെ ഇന്നലെ വായിച്ച പറഞ്ഞ കാര്യം, ഈ പെണ്ണുങ്ങളൊരു ജമൈക്കക്കാരത്തിയോ ഇന്ത്യക്കാരത്തിയോ ആഫ്രിക്കക്കാരത്തിയോ എന്നുള്ള കാര്യം ആർക്കും അറിയില്ല. കാരണം ഇവരെ അച്ഛൻ ജമൈക്കയായിരുന്നു, അമ്മ ഇന്ത്യക്കാരിയായിരുന്നു. She is playing the card of black and Indian card. When she goes to Indian community, she is playing the Indian card. When she goes to the black community, she says, I am a black. So Trump കുറച്ച് ഇങ്ങനെയുള്ള റേസിയൽ കമന്റ്സ് ഒക്കെ പറഞ്ഞിട്ട്, ട്രംപിനെ അറിയാലോ, വളരെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എപ്പോഴും ട്രംപ് പറയുന്ന ഒരു കാര്യം, അമേരിക്കൻ പീപ്പിൾ ഡിസേർവ്സ് ബെറ്റർ ലീഡർ, ബെറ്റർ പീപ്പിൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർ പറയുന്നത് ഞങ്ങൾ ബ്ലാക്ക് ജോബ് കൂടുതൽ ക്രിയേറ്റ് ചെയ്ത്, ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ബ്ലാക്ക് ജോബ്, വൈറ്റ് ജോബ്. ഈ ബ്ലാക്ക് ജോബ് എന്ന് വെച്ചാൽ ട്രംപിനോട് ആരോ ചോദിച്ചു, വാട്ട് ഈസ് ബ്ലാക്ക് ജോബ് എന്ന്
ബ്ലാക്ക് ജോബ് ഈസ് എ ജോബ് ഫോർ എവറിബഡി. എല്ലാവരും എന്താ പറയുക, ഇറ്റ് ഹാസ് ബീൻ അങ്ങനെയുള്ള ഒരു കമൻ്റാണ് ചെയ്തത്. അതൊരു റിട്ടറി കമൻറ്റ് ആണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഓക്കെ, അത് കഴിഞ്ഞാൽ നമുക്ക് വരാൻ പോകുന്ന ഈ ഇന്നത്തെ വലിയൊരു ന്യൂസ് ആണ്. അഡാനി എൻ്റർപ്രൈസസ് അഗൈൻ റിസൾട്ട് കൊണ്ട് വന്നിട്ടുണ്ട്. അവരെ ഒരു വലിയൊരു റിസൾട്ടാണ് വന്നിട്ടുള്ളത്. ഈവൻ പ്രോഫിറ്റിൽ അവർ എത്രയാന്ന് പറയുന്നത് വെച്ചാൽ ഓൾമോസ്റ്റ് ഡബിൾ ദ അവരെ പ്രോഫിറ്റ് അഡാനിൻ്റെ. കഴിഞ്ഞ കൊല്ലം ഇക്കൊല്ലത്തൊക്കെ 6.74 ബില്യൺ ഉണ്ടായിരുന്നത് ജൂണിൽ. ഇപ്രാവശ്യം കാണിച്ച 14.5 ബില്യൺ. സോ ഓൾമോസ്റ്റ് ഡബിൾ അവരെ പ്രോഫിറ്റിൽ കാണിച്ച അഡാനി എൻ്റർപ്രൈസ്. അപ്പോൾ അത് ഇന്ന് നല്ല മൂവ് ചെയ്തിട്ടുണ്ട്. ഞാനത് കഴിഞ്ഞ തവണ കുറച്ച് ദിവസം പോലെ പറയുന്ന കാര്യം എനിക്കറിയില്ല. അഡാനി എൻ്റർപ്രൈസസ് നാളെ ഇപ്പം അത് നമുക്കൊന്നും അത് ഇനിയിപ്പം ഹൈയിൽ ഓപ്പൺ ചെയ്യാന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അഡാനി എങ്ങനെയായാലും 100-200 രൂപേനെ മൂവ് ചെയ്യുന്ന സ്റ്റോക്കാണെന്ന് എല്ലാവർക്കും അറിയുള്ളൂ. അതുപോലെ അവരുടെ പോർട്ടിന് നല്ല റിസൾട്ടാണ് വന്നത്. സോ അതാണ് നമുക്കിനി മാർക്കറ്റിലേക്ക് പോകാം. ഇന്നത്തെ മാർക്കറ്റിൽ ഏറ്റവും ചെയ്ത സ്റ്റോക്കുകൾ ഞാൻ പവർ ഗ്രിഡ്, NTPC, HDFC ബാങ്ക് ആണ് ചെയ്തത്. HDFC ബാങ്ക് 1640 അവിടെ 1640 ബ്രേക്ക് നോക്കണം. 1640 റെസിസ്റ്റൻസ് ആണ്. 1650 വരെ പോകും. അത് കഴിഞ്ഞാലൊരു റെസിസ്റ്റൻസ് കാണുന്നുണ്ട്. പക്ഷെ മാരുതിൻ്റെ റിസൾട്ട് ഞാൻ പറഞ്ഞോളാം. പക്ഷേ അതേസമയത്ത് ടാറ്റ മോട്ടോഴ്സും മഹീന്ദ്രയും വലിയൊരു സ്റ്റണ്ണിങ് റിസൾട്ട് ആയിരുന്നില്ല അതിൻ്റെ വന്നിട്ടുള്ളത്. അതാണ് അതിൻ്റെ കണ്ടത്. അഡാനി പോർട്ടിന് നല്ല റിസൾട്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിൽ അത് 126 പോയിന്റ് സെൻസെക്സ് കയറിയിട്ടുണ്ടായിരുന്നു. സോ നാളെ ഇപ്പം വെള്ളിയാഴ്ചയാണ്. നാളെ എങ്ങനെ മാർക്കറ്റ് റെസ്പോണ്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു റേ ഡാലിയോ എന്ന് പറഞ്ഞ ഒരു ആളെ അറിയും. എല്ലാവർക്കും അറിയും, നമ്മളെ ട്രേഡേഴ്സിനൊക്കെ അറിയുന്ന ആളായിരിക്കും. ഈ റേ ഡാലിയോ ആണ് ഈസ് ദ ഫൗണ്ടർ ഓഫ് ഫോർമർ CEO ഓഫ് ബ്രിഡ്ജ് വാട്ടർ എന്ന് പറഞ്ഞൊരു കമ്പനി. ഈ ബ്രിഡ്ജ് വാട്ടർ എന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഫണ്ട് മാനേജ് ചെയ്ത ഒരാളാണ്. അപ്പോൾ അവരൊക്കെ ഏകദേശം 120 ബില്യൻ്റെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ്. അവരൊക്കെ ഏകദേശം 1400 എംപ്ലോയീസിന് മുകളിൽ അന്നുണ്ടായിരുന്നു. ഇവരൊക്കെ ഈ കമ്പനി ഈസ് യുണീക്ക് ഇൻ മെനി വേസ്. അവരുടെ സൈസ് മാത്രമല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വലിയൊരു കാര്യം ഈ റേ ഡാലിയോൻ്റെ കമ്പനീൻ്റെ പോളിസിയാണ്. റേ ഡാലിയോൻ്റെ കമ്പനിയിലെ ഫസ്റ്റ് പോളിസി എന്ന് വെച്ചാൽ നെവർ സേ എനിത്തിങ് അബൌട്ട് എ പേഴ്സൺ യു വുഡൻറ്റ് സേ ടു ഹിം ഡയറക്ട്ലി. അത് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായല്ലോ. നമ്മളെ ഇന്ത്യക്കാർക്കുള്ള കമ്പനികളിലും ഉള്ള നമ്മളെ ഒരു ഇന്ത്യക്കാരുടെ പ്രത്യേക ഒരു ക്വാളിറ്റി ആയത് പറഞ്ഞു. അപ്പോൾ അതിനെ മനസ്സിലായി. നെവർ സേ എനിത്തിങ് അബൌട്ട് എ പേഴ്സൺ യു വുഡൻറ്റ് സേ ടു ഹിം ഡയറക്ട്ലി. അത് അവരുടെ കമ്പനിയിലെ ഒരു വലിയൊരു പോളിസിയാണ്. അതെനിക്ക് റേ ഡാലിയോൻ്റെ കമ്പനിയിൽ വളരെ ഇഷ്ടപ്പെട്ട ഒരു പോളിസിയാണ്. പിന്നെ അയാളെന്ന് വെച്ചാൽ ഈ ലോക ചരിത്രത്തിൽ ഇറ്റ് ഹാസ് മെയ്ഡ് മോർ മണി ഫോർ ഇൻവെസ്റ്റേഴ്സ് ദാൻ എനി അതർ ഹെഡ്ജ് ഫണ്ട്. അവർക്ക് എസ്റ്റിമേറ്റഡ് 50 ബില്യൺ ഓവർ ദ പാസ്റ്റ് 20 ഇയേഴ്സ് അവർ ഉണ്ടാക്കിയ ഒരു കമ്പനിയാണ്. അപ്പോൾ അയാളോട് പിന്നെ ഒരു ജേർണലിസ്റ്റ് ചോദിച്ചു, വാട്ട് ഡു യു ബിലീവ് ഇൻ ദ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് പീപ്പിൾ മേക്ക് ഇൻവെസ്റ്റിംഗ്? അപ്പോൾ അയാൾ പറഞ്ഞൊരു മറുപടി എന്ന് വെച്ചാൽ the biggest mistake investors make is to believe that what happened in the recent past is likely to persist. ഇത് വലിയൊരു കാര്യം തന്നെ നമ്മൾ പറയാന്ന് വെച്ചാൽ എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അസ്യൂം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് സംതിങ് ദാറ്റ് വാസ് ഗുഡ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദ റീസെന്റ് പാസ്റ്റ് ഈസ് സ്റ്റിൽ എ ഗുഡ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദ ഫ്യൂച്ചർ ഓൾസോ എന്ന് അങ്ങനെ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു സ്റ്റോക്ക് കയറിക്കൊണ്ടിരിക്കുമ്പോൾ അസറ്റിന്റെ പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ആസറ്റ് പ്രൈസ് ഇനി കൂടി പോകുന്നു വരും. പക്ഷെ ടെക്നിക്കലി സ്പീക്കിംഗ് ആണ് പറയുന്നത് അത് when it is become more expensive, it is better not to invest in. അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷേ നോർമലി ഇഫ് യു സീ ദ ടെൻഡൻസി ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഇസ് ടു ബൈ ആഫ്റ്റർ ദ പ്രൈസ് ഇൻക്രീസ് ഫോർ നോ റീസൺ അതർ ദാൻ ദ പ്രൈസ് ഇൻക്രീസ് ഇറ്റ് സെൽഫ്. അപ്പം മാർക്കറ്റിൽ കാണുന്നത് അതാണ്. വൈ യു ആർ ബൈങ് എ സ്റ്റോക്ക്, ജസ്റ്റ് നോ റീസൺ ദ പ്രൈസ് ഇസ് ഗോയിങ് അപ്പ്. സോ ഇതാണ് ഒരു ബുൾ മാർക്കറ്റിന്റെ ഒരു വലിയൊരു ഡിസഡ്വാൻറ്റേജ്. പ്രൈസ് ഓവർ ഷൂട്ട് ചെയ്തിട്ടുള്ള പലതുണ്ട്. റിസൾട്ട് ചെറിയ 2% സെയിൽസ് ഗ്രോത്തിന് മാർക്കറ്റ് കാണിക്കുന്ന അതിന്റെ സ്റ്റോക്കിലുള്ള എസ്കലേഷൻ കാണിക്കുന്ന 50% ഒക്കെ 100% ഒക്കെ രസം കാണിക്കും. സോ ദാറ്റ് ഈസ് നമുക്ക് ഒരിക്കലും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവർ വിചാരിക്കുന്ന വെച്ചാൽ വെൻ എ ബുൾ മാർക്കറ്റ് എവറിബഡി ഈസ് മേക്കിംഗ് മണി, സോ പീപ്പിൾ ആർ ഗ്രീഡി ആൻഡ് ഫിയർലെസ്. സോ അതുകൊണ്ടാണ് വിച്ച് ഈസ് ലൈക്ലി ടു ബി എ ലാർജ് പ്രൈസ് ഡ്യൂറിംഗ് ഓപ്പോസിറ്റ് ഈസ് എ ഗുഡ് ഐഡിയ എന്ന് അയാൾ പറഞ്ഞത്. അത് പണ്ട് ഈ ജോർജ് സോറോസ് എന്ന് പറഞ്ഞ ആളുടെ ഞങ്ങൾക്ക് അറിയായിരിക്കും. അയാളും വലിയൊരു ഹെഡ് ഫണ്ടിന്റെ ആളായിരുന്നു. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടൊക്കെ അയാള് ഷോർട്ട് ചെയ്തിട്ട് കില്ല് ചെയ്ത ബാങ്ക് ആയിരുന്നു. സോറോസ് ഒരിക്കൽ പറഞ്ഞു, ഇൻവെസ്റ്റ് ഫസ്റ്റ് ആൻഡ് ഇൻവെസ്റ്റിഗേറ്റ് ലേറ്റർ എന്നാണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും അതിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ നോക്കണം. അല്ലാണ്ട്
ഇപ്പോഴത്തെ മാർക്കറ്റിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പം യു ഷുഡ് ബി വെരി കെയർഫുൾ. കാരണം വെച്ചാൽ മാർക്കറ്റ് വളരെ ഹൈയിലാണ്. എവറി ഹൈയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കാണുന്നുണ്ട്. അതാ ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞത്, നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം മസ്റ്റാണ്. കാരണം നിങ്ങളൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്തില്ലെങ്കിൽ ദാറ്റ് മണി ബിലോങ്സ് ടു ദ മാർക്കറ്റ്, നോട്ട് ടു യു. ആ പൈസ മാർക്കറ്റ് ബിലോങ്സ് ടു ദ മാർക്കറ്റാണ്. ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം they had to book the profit. പിന്നെ മാർക്കറ്റിൽ എന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോഴും എന്ന് വെച്ചാൽ മേക്ക് മിസ്റ്റേക്ക് സംടൈംസ് ഇൻ ദ മാർക്കറ്റ്. എനിക്കിപ്പം ചില പുതിയ ഇൻവെസ്റ്റേഴ്സിനോട് മാർക്കറ്റിൽ ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, വാട്ട് യുവർ ഗോൾസ് ആസ് എ യങ് മാൻ? നിങ്ങളുടെ ഗോൾ എന്താണ് മാർക്കറ്റിൽ വരുന്നത്? മാർക്കറ്റിൽ വരുന്നതുകൊണ്ടാണോ നിങ്ങൾ വരുന്നത്? അല്ലെങ്കിൽ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയും ഐ നെവർ ഹാഡ് എനി സ്പെസിഫിക് ഗോൾ ലൈക്ക് മേക്കിംഗ് മണി. അതുപോലത്തെ ഒരു ഗോളൊന്നുമില്ല, വെറുതെ മാർക്കറ്റിൽ വരുന്നതാണ്. മാർക്കറ്റിൽ അങ്ങനെ വന്നാൽ വളരെ ബുദ്ധിമുട്ടാണ്. യു ഷുഡ് ഹാവ് എ സ്പെസിഫിക് ഗോൾ. അറ്റ്ലീസ്റ്റ് യു ഷുഡ് നോ ഹൗ ടു മാനേജ് സം ലെവൽ ഓഫ് മണി. ആ മണി മാനേജ്മെന്റ് നിങ്ങൾ അറിയണം. നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് മിസ്റ്റേക്ക് പഠിച്ചുകൊണ്ട് തന്നെ മാർക്കറ്റ് പഠിക്കാൻ പറ്റും. നിങ്ങൾ വിചാരിക്കണ്ട മാർക്കറ്റ് ടെക്സ്റ്റ് ബുക്ക് വായിച്ച്, ഈ സൈക്കിള് ടെക്സ്റ്റ് ബുക്ക് വായിച്ച് പഠിക്കുക, സ്വിമ്മിങ് ടെക്സ്റ്റ് ബുക്ക് വായിച്ച് പഠിക്കുക, അല്ലെങ്കിൽ പേപ്പർ ട്രേഡിങ്, ഇതൊന്നും ചെയ്തുകൊണ്ട് മാർക്കറ്റ് പഠിക്കില്ല. എല്ലാവരും പറയും നിങ്ങൾ പേപ്പർ ട്രേഡ് ചെയ്ത് നോക്ക്. പേപ്പർ ട്രേഡ് ചെയ്തിട്ടൊന്ന് മാർക്കറ്റിൽ വന്ന് നോക്ക്. പേപ്പർ ട്രേഡ് ചെയ്താൽ മാർക്കറ്റിൽ നടക്കുന്നത്. മാർക്കറ്റിൽ നിങ്ങൾ മിസ്റ്റേക്ക് ചെയ്തുകൊണ്ട് മാത്രമേ നിങ്ങളെ പഠിപ്പിക്കുള്ളൂ. ഇറ്റ് ലവ്സ് മിസ്റ്റേക്ക് ബിക്കോസ് മിസ്റ്റേക്സ് വിൽ പ്രൊവൈഡ് യു ലേണിംഗ് എക്സ്പീരിയൻസ്. ദാറ്റ് ആർ ദ കറ്റാലിസ്റ്റ് ഫോർ ദ ഇംപ്രൂവ്മെന്റ്. അതാണ് മാർക്കറ്റ്. കാരണം ദ കൺസെപ്റ്റ് ദാറ്റ് മിസ്റ്റേക്സ് ആർ ദ പാത്ത് ടു പ്രോഗ്രസ്, ദാറ്റ് ഈസ് ആക്ച്വലി മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഒരു വൺ ഓഫ് ദ പില്ലേഴ്സ് ആണ് നമ്മളെ ഈ മാർക്കറ്റിനെ കുറിച്ച് പറയുന്നത്. നമ്മൾ പല ആളും ചിന്തിക്കുന്നത് വെച്ചാൽ നമ്മൾ മാർക്കറ്റിൽ ഒരു മിസ്റ്റേക്ക് ചെയ്താലോ ജീവിതത്തിൽ ഒരു മിസ്റ്റേക്ക് ചെയ്താലോ ദാറ്റ് ഈസ് എ വെരി ബാഡ് തിങ് ആണല്ലോ. മിസ്റ്റേക്സ് ആർ ഗുഡ് തിങ്സ് ബിക്കോസ് ഐ ബിലീവ് ദാറ്റ് മോസ്റ്റ് ഓഫ് ദ ലേണിംഗ് കംസ് വയ മേക്കിംഗ് മിസ്റ്റേക്സ്. അതാണ് നിങ്ങൾ മിസ്റ്റേക്സിനെ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങളൊരു ഗുഡ് ട്രേഡർ ആയിരിക്കും. കാരണം മിസ്റ്റേക്സ് വെൻ യു റെക്കഗ്നൈസ് ദാറ്റ് മിസ്റ്റേക്സ് ആർ ഗുഡ്, അതൊരു റിയലി ലേണിംഗ് ആയിട്ട് തരുമെങ്കിൽ ആ മിസ്റ്റേക്സ് അപ്പോൾ നല്ലല്ലേ. നിങ്ങളൊരു സൈക്കിൾ പഠിക്കുന്ന സമയത്ത് അതൊരു മിസ്റ്റേക്കിന് വീണു, പക്ഷെ വീണ് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെയും അത് സൈക്കിൾ പഠിച്ചുകൊണ്ടിരിക്കില്ലേ, അതൊരു നല്ലൊരു കാര്യമില്ലേ. അതിന് മാർക്കറ്റിലുള്ള ഒരു വലിയ കാര്യം. സോ ക്രിയേറ്റ് എ കൾച്ചർ ഇൻ വിച്ച് ഇറ്റ് ഈസ് ഓക്കെ ടു ഫെയിൽ but unacceptable not to identify, analyze and learn from the mistakes. So if you treat a mistake as a learning opportunity, that can yield a rapid improvement. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രധാന പ്രശ്നം വെച്ചാൽ നമ്മൾ സ്കൂളിലാണ്. മോസ്റ്റ് ഓഫ് ദ സ്കൂൾ എഡ്യൂക്കേഷൻ ഈസ് എ മാറ്റർ ഓഫ് ഫോളോയിങ് ഇൻസ്ട്രക്ഷൻസ്. ടീച്ചർ ഇൻസ്ട്രക്ഷൻസ്, ടീച്ചർ ക്ലാസ്സിൽ വന്നാൽ പറയും റിമെമ്പർ ദിസ്, ഗിവ് ഇറ്റ് ബാക്ക്, ഡിഡ് യു ഗെറ്റ് ദ റൈറ്റ് ആൻസർ. ഇതൊക്കെ അപ്പോൾ ഞാനൊക്കെ സ്കൂൾ പഠിക്കുമ്പോൾ ഇപ്പോൾ ചോദിക്കുന്നൊരു എനിക്ക് ഇപ്പോഴും ആ ക്വസ്റ്റ്യൻ ഓർമ്മയുണ്ട്, ഡിഡ് യു ഗെറ്റ് ദ റൈറ്റ് ആൻസർ. അതാണ് ടീച്ചേഴ്സ് ചോദിക്കുന്നത്. സോ അതെന്താ പഠിപ്പിക്കുന്നത്? ടീച്ചേഴ്സ് യു ദാറ്റ് ദ മിസ്റ്റേക്സ് ആർ ബാഡ് ഇൻസ്റ്റെഡ് ഓഫ് ടീച്ചിങ് യു ദ ഇമ്പോർട്ടൻസ് ഓഫ് ലേണിംഗ് ഫ്രം മിസ്റ്റേക്സ്. മിസ്റ്റേക്സ് നിങ്ങൾ പഠിക്കുന്ന ഇമ്പോർട്ടൻസ് ഇല്ലേ, അത് വളരെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ദർ ഈസ് നെവർ എ ട്രേഡ് ദാറ്റ് യു നോ ദാറ്റ് യു ആർ റൈറ്റ്. അതാണ് അവിടേക്ക് മിസ്റ്റേക്സ് വരാം. ഒരു ട്രേഡിങ്ങൾ എടുത്താൽ ഒരിക്കലും അത് നിങ്ങൾക്കറിയില്ല ദാറ്റ്സ് എ റൈറ്റ് ട്രേഡ്. സോ എവറി ഡേ മാർക്കറ്റിൽ നിങ്ങൾക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇന്നും മാർക്കറ്റിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. ഐ എം ഓൾസോ എ സ്റ്റുഡൻറ്റ്. ഞാൻ ഇന്നും മാർക്കറ്റിൽ പോയി ദിവസം ഞാൻ മാർക്കറ്റിൽ നിന്ന് പുതിയ ഓരോന്ന് പഠിച്ചുകൊണ്ടിരിക്കും. മാർക്കറ്റ് ഓരോ ദിവസം പഠിപ്പിക്കും. അതൊരു വലിയൊരു ലേണിംഗ് എക്സ്പീരിയൻസ്. വേറെ ഞാൻ നിങ്ങൾ ഏത് കമ്പനിയിൽ വർക്ക് ചെയ്യാലും എവിടെ പോയാലും മാർക്കറ്റ് തരുന്ന പാഠമില്ലേ, അത് നിങ്ങൾക്ക് എല്ലാ ദിവസവും പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞു വന്ന വേറൊരു കാര്യം. പിന്നെ നിങ്ങൾ ഈ കറൻസിയിൽ ഈ സ്റ്റോക്കിൽ എന്തുകൊണ്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ ഈ മിഡിൽ ക്ലാസ് പീപ്പിളോട് കോമൺ മാനോട് പറയുന്നത് വെച്ചാൽ, നമ്മുടെ രാജ്യത്ത് ഈ കറൻസി ഡിപ്രിസിയേഷൻ അല്ല. കഴിഞ്ഞ കൊല്ലം നിങ്ങൾ 100 രൂപ കൊണ്ട് പോയിട്ട് എന്ത് വാങ്ങിച്ചു, ഇക്കൊല്ലം 100 രൂപയ്ക്ക് എന്ത് വാങ്ങിക്കാൻ പറ്റിയെന്നുള്ള ദാറ്റ് ഇസ് എ ഡിപ്രിസിയേഷൻ. ഗവൺമെന്റ് പറയുന്ന ഡിപ്രിസിയേഷൻ വേറൊന്ന്, പക്ഷെ നിങ്ങൾക്കുള്ള ആ റിയൽ ഡിപ്രിസിയേഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയല്ലോ. അത് പിന്നെ വേറെ വന്ന് പ്രിന്റിങ് മണി, അത് നമ്മൾ ഗവൺമെന്റ് ഇഷ്ടംപോലെ മണി പ്രിന്റ് ചെയ്തിട്ട് മാർക്കറ്റിൽ ഇറക്കിയിട്ടുണ്ടല്ലോ. ഇത് രണ്ടും സ്റ്റോക്കിന് നല്ല. സ്റ്റോക്ക് അപ്പോൾ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യും. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നമ്മളെല്ലാം എന്തുകൊണ്ട് ഈ നാട്ടിൽ കുറെ ആൾക്കാർ സ്ഥലം വാങ്ങുക, റിയൽ എസ്റ്റേറ്റിലൊക്കെ ചെയ്യുന്നറിയാം. ഒരു 5 കൊല്ലം കഴിഞ്ഞ് ഈ പൈസക്ക് എന്താ വാല്യൂ, റിയൽ എസ്റ്റേറ്റിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇൻഫ്ലേഷൻ റേറ്റ് അഡ്ജസ്റ്റ്മെന്റ് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്.
പിന്നെ വേറൊരു കാര്യം, നമ്മുടെ നാട്ടിൽ ഇത്ര അധികം അൺഎംപ്ലോയ്മെന്റ്, എത്ര അൺഎംപ്ലോയ്മെന്റ് പെർസെന്റേജ് ഇതും ഗവൺമെന്റ് കറക്റ്റായി പറയുന്നില്ല. അപ്പോൾ ഈ കറൻസി എപ്പോഴും വീക്കൻ ചെയ്തുകൊണ്ടിരിക്കാന്ന്. അപ്പൊ നേരത്തെ എന്താ ചോദിച്ചാൽ കറൻസി വീക്കൻ ആകുന്ന സമയത്ത് ഇന്ത്യയിലെല്ലാം കാണുന്നില്ല. ഇന്ത്യയിൽ എന്തുകൊണ്ട് റിയൽ എസ്റ്റേറ്റ് ഇത്ര വില കൂടുന്നു? എല്ലാ സ്ഥലത്തും റിയൽ എസ്റ്റേറ്റ് അതിനെന്താ ഇത്ര വില വർത്ത്? നിങ്ങൾ നോക്കും, ഓരോ സ്ഥലത്ത് പോയിട്ട് വയനാട്ടിൽ പോയതിന് ആടെ ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് എന്താ പറയുക, നിങ്ങൾ വിളിച്ചു ഒരാൾ വില ഓർക്കൂല. ഓരോ വിചാരം ഇത് തന്നെയാണ്, നാളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതായിരിക്കും. നേരത്തെ അയാൾ റേഡാല് പറഞ്ഞ പോലെ തന്നെ ഇനി നാളെ ഇത് കൂടുതൽ വയനാട്ടിലെ ആൾക്കാർ വിചാരിക്കും. അപ്പോ ഈ കറൻസിന്റെ വാല്യൂ കുറയുന്ന സമയത്ത് ആൾക്കാർ എന്തെന്ന് വെച്ചാൽ ദേ മൂവിങ് ടു റിയൽ എസ്റ്റേറ്റ്, റിയൽ അസറ്റ്സ്, അല്ലെങ്കിൽ പിന്നെ ഗോൾഡിൽ എസ്കേപ്പ് ചെയ്യും, അല്ലെങ്കിൽ വേറെ കറൻസിയിൽ പോവും, അല്ലെങ്കിൽ. പക്ഷെ എന്താ വെച്ചാൽ ഈ ഗോൾഡിന്റെ പ്രൈസ് കൂടുന്ന സമയത്ത് ഈ ബോണ്ടിന്റെ പ്രൈസ് കുറയുക. അതൊരു ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് റിട്ടേൺസ് ആണ്. സോ നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഞാൻ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് വെച്ചാൽ സ്റ്റോക്ക് അപ്പവും ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള റിട്ടേൺസ് കൊടുക്കും. ഇപ്പോൾ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് റിട്ടേൺസ് ആണെന്ന് പറയുന്നത്. കാരണം ഇന്ത്യൻ കറൻസി ഇത്ര ശരിക്കുള്ള സ്റ്റോക്ക് മാർക്കറ്റ് ഇന്ത്യയിലെ മൂവ് ചെയ്തിട്ടില്ല. ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ കണക്കായിട്ടുള്ള മാർക്കറ്റ് ചെറുങ്ങനെ മൂവ് ചെയ്തിട്ടുള്ളൂ എന്നാണ് ഇവരുടെ ഒരു അനലിസ്റ്റുകൾ പറയുന്നത് ഞാൻ കണ്ടു. സോ നമ്മളെ ട്രേഡിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താ വേണ്ടത് വെച്ചാൽ ഒരു ഡിഫെൻസീവ് സ്ട്രാറ്റജിയും വേണം, അഗ്രസീവ് സ്ട്രാറ്റജി രണ്ട് സമയത്തും വേണം. നിങ്ങൾ മാർക്കറ്റിൽ അഗ്രസീവ് ട്രേഡിങ് ചെയ്യുമ്പോൾ അഗ്രസീവ് അല്ലെങ്കിൽ യു ആർ നോട്ട് മേക്കിംഗ് മണി. നിങ്ങൾക്ക് അഗ്രസീവ് അല്ലെങ്കിൽ ഏത് സമയത്ത് പോയി ട്രേഡ് ചെയ്യുക, ആ സമയത്ത് നിങ്ങൾ പൈസ ഉണ്ടാക്കില്ല. അറ്റ് ദ സെയിം ടൈം യു ആർ നോട്ട് ഡിഫെൻസീവ്, യു ആർ നോട്ട് ഗോയിങ് ടു കീപ് മണി ഓൾസോ. സോ ഇതാണ് മാർക്കറ്റിലെ ട്രേഡേഴ്സ് അറിയുന്ന വേറൊരു കാര്യം. സോ നിങ്ങൾക്ക് ഞാൻ മാർക്കറ്റ് മനസ്സിലാക്കുക ചെയ്യും. എനി വൺ ഹൂ ഹാസ് മെയ്ഡ് മണി ഇൻ ട്രേഡിങ്, മാർക്കറ്റിൽ ഇതുവരെ ആരെങ്കിലും പൈസ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ആസ് ആൻ എക്സ്പീരിയൻസ് ഹൊറണ്ടസ് പെയിൻ സം പോയിന്റ്. നമുക്ക് ആ സൈക്കോളജിക്കൽ പെയിൻ ഇല്ല, നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റാത്ത പെയിൻ മാർക്കറ്റ് തരും. സോ ട്രേഡിംഗ് ഈസ് ലൈക്ക് വർക്കിംഗ് വിത്ത് ഇലക്ട്രിസിറ്റി, ക്യാൻ ഗെറ്റ് ഷോക്ക് എനി ടൈം. സോ നിങ്ങൾ അതാണ് ഈ ട്രേഡിങ്ങിനെ കുറിച്ച് എനിക്ക് പറയുന്നത്. പിന്നെ എന്ന് വെച്ചാൽ പിന്നെ നിങ്ങൾ നോക്കുക, ഞാനിപ്പോൾ ഇക്വിറ്റി വാങ്ങുന്നത്, നിങ്ങൾ ഇക്വിറ്റി വാങ്ങിച്ചു എന്ന് വെച്ചു. സോ യു ആർ ലുക്കിംഗ് ഫോർ യു ആർ എ ലോങ്, യു വാണ്ട് ടു റൺ ലോങ് ഓൺ ഇക്വിറ്റി. ഞാനിപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ റിലയൻസിന്റെ സ്റ്റോക്ക് വാങ്ങിച്ചാൽ ഐ തിങ്ക് ദാറ്റ് ഐ വിൽ കീപ് ഇറ്റ് ഫോർ 5 years or 10 years. That is എൻ്റെ പോർട്ട്ഫോളിയോ ഇരുന്നോട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഈ റിലയൻസിന്റെ ഇങ്ങനെയുള്ള ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കുന്ന വെച്ചാൽ 10-15 സ്റ്റോക്ക് വെച്ച് പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയാലും നാളെ മാർക്കറ്റ് ക്രാഷ് ചെയ്യുമ്പോൾ അതെന്താ പറയുക, ഇറ്റ് വിൽ ഓൺലി റെഡ്യൂസ് ദ റിസ്ക് ബൈ അബൌട്ട് 15% കൊടുക്കും. സോ പണ്ട് അതുകൊണ്ടായ വാറൻ ബഫറ്റ് പറഞ്ഞ ഡൈവേഴ്സിഫിക്കേഷൻ ഈസ് ഫോർ ദ പീപ്പിൾ ഹൂം ദേ ഡോണ്ട് നോ വാട്ട് ദേ ആർ ഡൂയിങ്. അപ്പോൾ നമുക്ക് കറക്റ്റ് അറിയെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യേണ്ട ആവശ്യം എന്ന് അയാൾ ചോദിച്ചത്. സോ അതാണ് ഞാനിന്ന് മാർക്കറ്റിനെ കുറിച്ചിട്ട് പറയാനുള്ള ഒന്ന്. രണ്ടാമതെന്ന് വെച്ചാൽ ഇന്നത്തെ മോസ്റ്റ് ആക്റ്റീവ് സ്റ്റോക്കുകൾ ഞാൻ പറയാമെന്ന് വെച്ചാൽ ഇന്ന് ചെയ്തത് എല്ലാ അഡാനി ഗ്രൂപ്പ്സിനാണ് ചെയ്ത് അഡാനി എനർജി, അഡാനി ഗ്രീൻ എനർജി, അഡാനി പോർട്ട്, അഡാനി എന്റർപ്രൈസ്, എല്ലാം നല്ല പെർഫോമൻസ് ആയിരുന്നു. ഇന്ന് ഏറ്റവും നല്ലോണം ചെയ്ത അഡാനി എനർജിനാണ്. 12% ഇന്ന് കയറിയിട്ടുള്ളത്. ഇന്നത്തെ ഇപ്പോൾ വാല്യൂ 1275 രൂപ അഡാനി എനർജിന്റെ സൊല്യൂഷൻസിന്. അഡാനി ഗ്രീൻ എനർജിനൊക്കെ 1900 2.96% കയറിയിട്ടുള്ളത്. HDFC ബാങ്ക് ഓൾമോസ്റ്റ് ഇന്ന് നല്ലോണം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ലാസ്റ്റ് മിനിറ്റിൽ HDFC കയറി, അതുകൊണ്ടാണ് ചെയ്തത്. പിന്നെ ചെയ്തൊരു സ്റ്റോക്ക് നമ്മൾ സൊമാറ്റോ ആണ്, നമ്മളെ സ്വിഗ്ഗി സൊമാറ്റോ. ദേ ഓൾസോ ഡൺ +2% ചെയ്യുന്നുണ്ട്. അഡാനി എന്റർപ്രൈസ് 1%, 1.5% മുകളിൽ ചെയ്യുന്നുണ്ട്. ഇപ്പം നാളെ അത് അഡാനി ഓപ്പൺ ചെയ്യാൻ നിങ്ങൾ നോക്കിക്കോ, നല്ലൊരു ഹൈയിൽ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞത് കറക്റ്റായി അഡാനിൻ്റെ സ്റ്റോക്ക് വാങ്ങിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് ടാറ്റ സ്റ്റീൽ അങ്ങനെ ചെയ്യില്ല. പിന്നെ നമ്മളെ വലിയൊരു പെർഫോമൻസ് കോൾ ഇന്ത്യ, ഞാൻ ഇന്നലെ കോൾ ഇന്ത്യയെ കുറിച്ച് കൂടുതൽ സംസാരിച്ചിരുന്നു. കോൾ ഇന്ത്യ, ടാറ്റ മോട്ടോഴ്സും വാങ്ങിയത് രണ്ടും മോശമായിരുന്നു ശരിക്കും. പിന്നെ റിലയൻസ് കുറച്ച് സപ്പോർട്ട് ചെയ്യുന്നു മാർക്കറ്റിൽ നിന്ന്. പിന്നെ ടാറ്റ പവർ കമ്പനി, NTPC, നമ്മളെ പവർ 2 ദിവസമായിട്ട് പവർ സെക്ടർ ആണ് ചെയ്യുന്നത് കാണുന്നത്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് ഞാൻ കണ്ടത്. സി യു ടുമോറോ. അപ്പോൾ ഇന്നിപ്പോൾ US മാർക്കറ്റ് നോക്കുക, US മാർക്കറ്റ് കുറച്ച് 100 പോയിന്റ് ഡൗണിലാണ് കണ്ടത്. അപ്പോൾ നാളെ ഇപ്പം മാർക്കറ്റ് ഇനിയിപ്പോൾ രാത്രി കവറപ്പ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. കാരണം ഇപ്പം മാർക്കറ്റ് തുറന്നപ്പോൾ ഒരു 100 രൂപ ഡൗണിലാണ് കണ്ടത്. പിന്നെ എങ്ങനെ അത് ക്ലോസ് ചെയ്യാൻ അറിയില്ല, കാരണം ഞാൻ ഐ ഡോണ്ട് സീ ഇൻ ലേറ്റ് നൈറ്റ് മാർക്കറ്റ്. സോ അതുകൊണ്ട് നാളെ ഇപ്പം മാർക്കറ്റ് എനിക്ക് തോന്നുന്നില്ല വലിയൊരു ഹൈയിൽ ഓപ്പൺ ചെയ്യുന്നുള്ള കാര്യം. സോ സി യു ടുമോറോ. Please do subscribe my channel. Thank you very much. So I give my number in my WhatsApp number in the description. If you want to contact me for the stock recommendations or good stocks, you can contact me on my WhatsApp number. Thank you very much.